ഹായ് ഫ്രണ്ട്സ്, ഐ എം ജിനു വർഗീസ്. ടെഞ്ച് വ്ളോഗ്സിലേക്ക് സ്വാഗതം. വേറൊന്നുമല്ല, പുതിയൊരു വീഡിയോ ആയിട്ടാണ് വരുന്നത് കേട്ടോ. ഞാൻ എൻ്റെ ലൈഫിൻ്റെ ഓരോ ഭാഗങ്ങൾ നിങ്ങളുടെ അടുക്കൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം പാർട്ട് 3 ആയിട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത്. അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു നിർത്തിയ ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ +2 പഠനത്തിന് ശേഷം പോയ എൻ്റെ കോഴ്സിനെ പറ്റിയാണ്. അവിടെ കൊണ്ട് പറഞ്ഞു നിർത്തുകയായിരുന്നു ചെയ്തത് കേട്ടോ. എന്നിട്ട് ഞാനിനി പിന്നെ പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏവിയേഷനാണ് ചേർന്നത്. ഏവിയേഷൻ പക്ഷേ നല്ല രീതിയിൽ പഠിച്ചിറങ്ങി, നല്ല രീതിയിൽ പഠിച്ച് പാസ്സായി. പക്ഷേ ഞാൻ നേരെ തിരിച്ച് ട്രാക്ക് മാറി നേരെ പോയത് ഹോട്ടൽ സെക്ഷനിലേക്കാണ് കേട്ടോ. നിങ്ങൾ ചിന്തിക്കരുത് എന്തുകൊണ്ടാണ് ഇവൻ ഹോട്ടലിലേക്ക് പോയത്, എന്തുകൊണ്ടാണ് അതിലേക്ക് തിരിഞ്ഞത്. അപ്പോൾ ബേസിക്കലി നമുക്ക് എവിടെ നമ്മൾ പഠിച്ചെന്ന് പറഞ്ഞാലും അവിടെ നമുക്കൊരു ഇൻ്റർവ്യൂവിന് ഒരു അഡ്മിഷൻ ബോർഡ് ഉണ്ടാകും, അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് വേണ്ടി ഒരു ടീം വരും, സ്വാഭാവികമായിട്ട് വരുന്നതാണ്. അങ്ങനെ എനിക്കും അവിടെ അങ്ങനെ ഒരു ഇൻ്റർവ്യൂ ബോർഡ് വന്നു. എനിക്ക് പക്ഷേ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അന്ന് തന്നെ എൻ്റെ ചിന്ത വീട്ടിലെ പ്രശ്നങ്ങൾ എങ്ങനെയും മാറ്റണം, അങ്ങനെയാണ് പെട്ടെന്ന് എങ്ങനെ സാമ്പത്തികം ക്രമീകരിക്കണം, അങ്ങനെയുള്ള ചിന്തകളായിരുന്നു. നിന്ന നേപ്പിൽ തന്നെ ഞാൻ ആ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തു. പക്ഷേ അന്ന് എൻ്റെ അച്ഛനും അമ്മേനെ വിലക്കിയിരുന്നു. വേണ്ട മോനെ, നീ നിൻ്റെ പഠിത്തം പൂർത്തിയാക്കിയിട്ട് നീ ആഗ്രഹിച്ച നിൻ്റെ പഠിത്തത്തിന് തന്നെ, അല്ലെങ്കിൽ ആ ജോലിക്ക് തന്നെ നീ ഒന്ന് പോകും. അങ്ങനെ തന്നെ എന്നെ ഒരുപാട് അവർ മോട്ടിവേറ്റ് ചെയ്തായിരുന്നു. അവർ വീണ്ടും ആഗ്രഹം തന്നുകൊണ്ടിരുന്നു, നീ അതിന് തന്നെ പോകും, അതാണ് നല്ലതെന്ന് പറഞ്ഞ് എയർപോർട്ടിൽ ഏവിയേഷൻ ജോലിക്ക് വേണ്ടി തന്നെ. പക്ഷെ ഞാൻ പറഞ്ഞു, വേണ്ട അമ്മേ, നമുക്ക് പെട്ടെന്ന് തന്നെ സാമ്പത്തികം വേണം, അല്ലെങ്കിൽ ഹോട്ടൽ ജോലിക്ക് തന്നെ ഞാൻ പോകാം. അങ്ങനെ തന്നെ ഞാൻ എറണാകുളത്ത് തന്നെ എനിക്കൊരു ഹോട്ടലിൽ ജോലി സെലക്ട് ചെയ്ത് കിട്ടി. കാരണം ഇൻ്റർവ്യൂ മുഖേന തന്നെ, അതായത് സ്ഥാപനത്തിൻ്റെ ബേസിൽ തന്നെ, ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സ്ഥാപനത്തിൻ്റെ ബേസിൽ തന്നെ ഇൻ്റർവ്യൂവിന് സെലക്ഷൻ കിട്ടി. ഞാൻ അങ്ങനെ തന്നെയാണ് അവിടെ ചേർന്നത്. ഹോട്ടൽ ഹൈവേ ഗാർഡൻ എന്നാണ് ആ സ്ഥാപനത്തിൻ്റെ പേര്. എന്തായാലും ശരി, ഒരു 1.5 വർഷത്തോളം, അല്ലെങ്കിൽ 1 വർഷത്തോളം തന്നെ ഞാനവിടെ ജോലി ചെയ്തു. ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻ്റായിട്ടാണ് ഞാനവിടെ ജോലിക്ക് കയറുന്നത്. എന്നിരുന്നാൽ തന്നെ അങ്ങേയറ്റം കഷ്ടപ്പാടായിരുന്നു, വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. എന്തെന്ന് പറഞ്ഞാൽ, ഓപ്പണായിട്ട് പറഞ്ഞാൽ തന്നെ നമുക്ക് കൃത്യസമയത്ത് ആഹാരം കഴിക്കുവാനോ അല്ലെങ്കിൽ കൃത്യസമയത്ത് കിടക്കുവാനോ ഒന്നും തന്നെ പറ്റിയില്ല. കൂടുതലും നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് നൈറ്റ് ഡ്യൂട്ടിയാണ്. നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നൊരു വ്യക്തിക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് ഡേ ഡ്യൂട്ടിയിൽ നമുക്ക് അവരെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ഡേയിൽ അവരെ കയറ്റത്തില്ല. പക്ഷേ മിക്ക സമയത്തും എനിക്ക് ഡെയിലും എന്നെ ഷിഫ്റ്റിന് ഇട്ടുകൊണ്ടിരുന്നു. അതെന്തുകൊണ്ടെന്ന് എനിക്കറിയത്തില്ല. അത് സ്വാഭാവികമായിരിക്കാം, ചില സ്ഥാപനങ്ങൾ അങ്ങനെ ഉണ്ടായിരിക്കാം, അതെന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ അന്ന് ഞാൻ ജോയിൻ ചെയ്ത സമയത്തുണ്ടായിരുന്ന FOI ആയിരുന്നില്ല അന്ന് ഉണ്ടായിരുന്നത് ഫ്രണ്ട് ഓഫീസ് മാനേജർ. വേറൊരു ഫ്രണ്ട് ഓഫീസ് മാനേജർ പിന്നീട് ജോയിൻ ചെയ്തപ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം എനിക്ക് അനുഭവിക്കേണ്ടതായിട്ട് വന്നത്. എന്തായാലും ശരി, ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ വന്നു. കുറേ കാലം ഞാൻ അവിടെ പിടിച്ചു നിന്നു. കുറച്ച് സാമ്പത്തികം അതായത് എൻ്റെ വീട്ടിലേക്കുള്ള ആവശ്യങ്ങൾ ഞാൻ കുറച്ചെങ്കിലും നിറവേറ്റാൻ പറ്റി എന്ന് എനിക്ക് തോന്നി. പക്ഷേ വാസ്തവത്തിൽ അതെനിക്ക് നിറവേറ്റാൻ പറ്റിയിട്ടില്ലാതിരുന്നു. കാരണം അവിടെയാണ് എൻ്റെ ജീവിതം, അല്ലെങ്കിൽ ഒരു കരുപിടിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോയത് അവിടെ നിന്നായിരുന്നു. നല്ല രീതിയിൽ എനിക്ക് എൻ്റെ ജോലി അവിടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. മാനസികമായിട്ട് എന്നെ ഏറ്റവും അധികം സമ്മർദ്ദത്തിലാക്കിയ ഒരു പ്രസ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം അവിടെ ഉണ്ടായിരുന്ന GM ആ രീതിയിൽ തന്നെയായിരുന്നു. കാരണം നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ട് ഇത്ര ഓപ്പണായിട്ട് പറയുന്നു എന്ന്. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിക്കേണ്ടതാണ്, നിങ്ങൾ എവിടെ കയറിയാലും നിങ്ങൾക്ക് സപ്പോർട്ടീവായിട്ടുള്ളൊരു വ്യക്തിയാണോ അവിടെ അധികാരികളായിട്ടുള്ളത് എന്ന്. അപ്പോൾ അവിടെ നല്ലൊരു സമ്മർദ്ദം ഞാൻ അനുഭവിച്ചിരുന്നു ആ ഒരു സ്ഥാപനത്തിൽ നിന്ന്. പിന്നെ ഞാൻ വീട്ടിൽ തന്നെ അനുവാദം ചോദിച്ചിട്ട് തന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ പിന്നീട് എന്തുണ്ടായി എന്നുള്ളത് ഞാൻ അടുത്ത ഭാഗത്തിൽ നിങ്ങളോട് തീർച്ചയായിട്ടും പറഞ്ഞിരിക്കുന്നതാണ്. നിങ്ങൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, താങ്ക് യു ഓൾ.